നമ്പർ വൺ എന്ന് ഉറ്റം കൊള്ളുന്നവർ മനസ്സിലാക്കണം. ഇത് ലാലു പ്രസാദിന്റെ 90കളിലെ ജംഗിൾ രാജിനെ തോൽപ്പിക്കുന്ന പിണറായിയുടെ കാരണഭൂതത്തിന്റെ ജംഗിൾ രാജാണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ. ഒരു ഹൈക്കോടതി ജഡ്ജി ചങ്കുവട്ടി കേഴുകയാണ്. ഈ നാടിന്റെ പരിതാപകരമായ അവസ്ഥ. മുഖ്യമന്ത്രി കസേലയിലിരിക്കുന്ന വേതാളത്തെ എടുത്ത് എറിയുകയാണ്, അറബിക്കടലിലേക്ക് എറിയുകയാണ് വേണ്ടത് എന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ജി ശക്തിധരനാണ് പറയുന്നത് കേട്ടോ. അത്രത്തോളം ശക്തി ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം അറിയുന്ന, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, പാർട്ടിയുടെ എല്ലാ കുതന്ത്രങ്ങളും അറിയുന്ന ജി ശക്തിധരന്റെ വാക്കുകളാണ് ഇത് കേട്ടോ. കാരണഭൂതമേ ഒന്നും പറയുന്നില്ല. ഈ മൗനമാണ് നീ പേടിക്കേണ്ടത് കേട്ടോ. അടുത്ത മാസം 9-ാം തീയതിയും 11-ാം തീയതിയുമാണ് 2 ഘട്ടങ്ങളിലായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-ാം തീയതി അതിന്റെ ഫലം അറിയുകയും ചെയ്യാം. ഏതാണ്ട് 3 ആഴ്ചയാണ് ഇനി ബാക്കിയുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് TV-യിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് LDF-ന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ചു നേരം കേട്ടു. പതിവ് പോലെ തള്ളൽ കലാപരിപാടി നടത്തുകയാണ് അദ്ദേഹം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ക്ഷേമം നിറഞ്ഞ അഴിമതിരഹിത സംസ്ഥാനമാണ് കേരളം. ഇത് കഴിഞ്ഞ 2 ടേമായിട്ട് 2 തുടർച്ചയായി ഭരണം കിട്ടിയതിന്റെ ഒരു മെച്ചമാണ്. 3-ാം തവണയും അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിന്റെ ആദ്യപടിയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ എല്ലാവരും എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നൊക്കെയാണ് കാരണഭൂതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലയാള മനോരമ 2 മെയിൻ സ്റ്റോറി ഉണ്ട്. ഒന്ന് ഷെയ്ഖ് ഹസീനക്ക് വധശിക്ഷ എന്ന് പറയുന്ന വാർത്തയാണ്. അതവിടെ നിൽക്കട്ടെ. വലതുഭാഗത്ത് ഇതാ, ഇത് പരിതാപകരമായ അവസ്ഥ, രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തുകയാണ്. ഇത് പരിതാപകരമായ അവസ്ഥ എന്നാണ് ഹൈക്കോടതി പറയുന്നത് കേട്ടോ. ആരാണ് പറയുന്നത്? ഹൈക്കോടതി പറയുകയാണ് ഇത് പരിതാപകരമായ അവസ്ഥ. ഏത്? ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം. ഇത് മലയാള മനോരമയിലാണ് ഈ വാർത്ത വന്നത് എങ്കിലും സാധാരണ എങ്ങനെയാണല്ലോ പറയാ, മലയാള മനോരമ ഇടതുപക്ഷത്തിനെതിരാണ്, പിണറായി വിജയനെതിരാണ്, ഇതൊരു കോൺഗ്രസ് അനുകൂല പത്രമാണ് എന്നൊക്കെയാണ് സാധാരണ പറയാ. ഇത് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ അല്ല, മലയാള മനോരമ ഉണ്ടാക്കിയ വാർത്തയല്ല. ഇന്നലെ നമ്മുടെ ഹൈക്കോടതി, കേരള ഹൈക്കോടതി പറയുകയാണ് കേരളത്തിലെ സർക്കാർ, കേരള സർക്കാർ അഴിമതിക്കാർക്കൊപ്പമാണെന്ന് പറയുകയാണ്. ഒരു പക്ഷേ എന്നല്ല, ഉറപ്പായിട്ടും ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഹൈക്കോടതി കേരള സർക്കാർ അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക കേട്ടോ. എന്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. ഒരു സർക്കാരും നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന് കോടതി പറയുകയാണ്. ഏത് കോടതി? ഹൈക്കോടതി പറയുകയാണ്. മാനാഭിമാനമുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പിണറായി സർക്കാർ രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് നാണം കെട്ട കഴിവുകെട്ട ഒരു പ്രതിപക്ഷമാണ് കേട്ടോ. നാണം കെട്ട കഴിവുകെട്ട പ്രതിപക്ഷം. ആഞ്ഞടിക്കണ്ടേ പിണറായി സർക്കാരിനെ. കോടതി പറയുകയാണ് അഴിമതിക്കാർക്കൊപ്പം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രചാരണ പരിപാടി മൂപ്പരിങ്ങനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞങ്ങൾ ജനക്ഷേമം, ഞങ്ങൾ അഴിമതിക്കെതിരെ. കാരണഭൂതമായി ഹൈക്കോടതി പറയുകയാണ്. ഹൈക്കോടതിയാണ് പറയുന്നത്.
നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന്. ആരാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്ന് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ആര് വോട്ട് ചെയ്യും? കുറെ അന്തംഗമ്മികൾ ചെയ്യായിരിക്കും. കാരണം ഇന്നത്തെ ദേശാഭിമാനിയിലെ വാർത്തയില്ല കേട്ടോ. ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തം കമ്മികള് ചിലപ്പോ നിങ്ങൾക്ക് വോട്ട് ചെയ്യായിരിക്കും കേട്ടോ. കാരണം അവർക്കും വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അവരും മറ്റു പത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവരിതറിയും. പറയുന്നത് മനോരമയല്ല പറയുന്നത്. ഞാൻ മറ്റു പത്രങ്ങളും കാണിക്കാം. മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും മാധ്യമവും ഈ വാർത്ത കൊടുത്തിട്ടുള്ളത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഞങ്ങൾ ലോകത്തിലേക്കും വെച്ച് എന്തോ ഭയങ്കര സംഭവമാണ് എന്ന്. ഇത് ദേശാഭിമാനിൽ വേറെ വാർത്തയുണ്ട്, ഞാനത് കാണിക്കാം. എന്താണെന്നറിയോ? ഇത് ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ, അന്താരാഷ്ട്ര വീക്കിലിയിൽ, അന്താരാഷ്ട്ര മാഗസിനിൽ കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറിയ കേരളം ലോകത്തിന് മാതൃകയാണ് എന്നൊരു റിപ്പോർട്ടുണ്ട് അത്രേ. അത് MP രാജേഷ് ഒക്കെ ഇത് എക്സിലൊക്കെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദി ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര വാരി ഇവർ പറയുന്നത് ഇതൊരു വലതുപക്ഷ മാധ്യമമാണ്. ആ വലതുപക്ഷ മാധ്യമത്തിൽ പോലും അവർ പറയുന്നു കേരളം എന്നുള്ളത് ലോകത്തിന് മാതൃകയാണ് എന്ന് പറയുന്നു. ഞാൻ നോക്കി ഓൺലൈനില് ദി ഇക്കണോമിസ്റ്റിന്റെ എങ്ങനെയാണ് വാർത്ത കൊടുത്തതെന്ന് ഞാൻ നോക്കി കേട്ടോ. നിങ്ങൾക്കും ദി ഇക്കണോമിസ്റ്റ് കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ദി ഇക്കണോമിസ്റ്റിൽ വന്ന വാർത്തയാണ് കേട്ടോ, ഒരു ലേഖനമാണ് കേട്ടോ. ആ ലേഖനത്തിൽ പറയുന്നത് ഇവർ പറയുന്ന മാതിരി ഒന്നല്ല, ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. അവര് ഒരു കേരളത്തില് കഴിഞ്ഞ നവംബർ 1 തീയതി കേരള മുഖ്യമന്ത്രി ഇവിടെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ആണ് അതിൽ പറയുന്നത്. ഇവരിവിടെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇവരിങ്ങനെ ആണ് എന്നൊന്നും അല്ല പറയുന്നത് ദി ഇക്കണോമിസ്റ്റ്. അപ്പൊ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഈ മാഗസിൻ പറയുന്നത് നവംബർ 1 തീയതി കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ അറിയില്ലേ. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയില്ലേ? ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെന്നേ പറയുന്നുള്ളൂ. ഇതെന്തോ ഭയങ്കര സംഭവം. ഇത് ഇക്കണോമിസ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ഒരു മഹാനാണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുമ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം. വാർത്ത ഇങ്ങനെയാണ്. പരാമർശം കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ വിചാരണക്ക് അനുമതി നിഷേധിച്ചത് 3 തവണ 1000 കോടിയുടെ അഴിമതിയാണ് കേട്ടോ. അതായത് നിലവാരം കുറഞ്ഞ കശുവണ്ടി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിപ്പ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒക്കെ നടത്തിയ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ഇതിന്റെ പങ്ക് രാഷ്ട്രീയക്കാർക്കും ഒക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ അഴിമതി ചില്ലറ അഴിമതിയല്ല, ലാവ്ലിൻ കേസിനേക്കാൾ അല്ലെങ്കിൽ ലാവ്ലിൻ അഴിമതിയേക്കാൾ ഇരട്ടിയുള്ള ഒരു അഴിമതിയാണ് കേട്ടോ ഈ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഈ അഴിമതി കേസിൽ INDCയുടെ ഒരു ചെയർമാനാണ് കേട്ടോ. INDCയുടെ മുൻ ചെയർമാനായ R ചന്ദ്രശേഖരനെയും അദ്ദേഹത്തിന്റെ അളിയനായ മുൻ MD-ക്കെതിരെയുമാണ് CBI അന്വേഷണം നടത്തി ഇവര് കാട്ടുകള്ളന്മാരാണ് എന്നും 1000 കോടിയുടെ അഴിമതി നടത്തിയവരാണ് എന്നും അതുകൊണ്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തരണമെന്നും സംസ്ഥാന സർക്കാരിനോട് പറയുമ്പോ സംസ്ഥാന സർക്കാർ 3 തവണ അനുമതി നിഷേധിച്ചു. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ ഇവരെ ചോദ്യം ചെയ്യേണ്ട എന്നാണ് പിണറായി സർക്കാർ പറയുന്നത്. കാരണം എന്താണ്? പിണറായി സർക്കാർ ആർക്കൊപ്പമാണ്? അഴിമതിക്കൊപ്പമാണ്. എവിടെ അഴിമതിക്കാരുണ്ടോ അവർക്കൊപ്പമാണ് പിണറായി സർക്കാർ എന്ന് നമ്മുടെ ഹൈക്കോടതി വളരെ ഖേദപൂർവ്വം പറയാണ് കേട്ടോ. വളരെ സങ്കടത്തോടെയാണ് ഹൈക്കോടതി പറയുന്നത്. അവര് പറയാണ് ഈ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നൊക്കെ ആയിരുന്നു പൊതുവായ ധാരണ. പക്ഷേ ഇതാ നിങ്ങൾ ആ ധാരണയെ മാറ്റിമറിച്ചിരിക്കുന്നു. നിങ്ങൾ അഴിമതിക്കൊപ്പമാണ് എന്നാണ് പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഇടത് സർക്കാർ മാറി എന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അഴിമതിക്കാർക്കൊപ്പമാണ് സർക്കാർ നീങ്ങുന്നത് എന്നും അത് പരിതാപകരമായ അവസ്ഥയാണ് എന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വാക്കാൽ പരാമർശിച്ചു. വാക്കാലുള്ള പരാമർശമാണ്, അത് മതി. ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയാണ്. പിണറായി വിജയ, നീ അഴിമതിക്കൊപ്പമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ആ കസേരയിൽ ഇരിക്കാൻ കാരണബോധത്തിന് അവകാശമില്ല കേട്ടോ.
വി.ഡി. സതീശൻ ചെയ്യേണ്ടത് വലിച്ചിറക്കുകയാണ്. വലിച്ചിറക്കിയിട്ട് അറബിക്കടലിൽ താഴ്ത്തുകയാണ് കാരണഭൂതത്തെയും കാരണഭൂതത്തിന്റെ സർക്കാരിനെയും ചെയ്യേണ്ടത്. എവിടെ പ്രതിപക്ഷം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി പറയുകയാണ്, ഞങ്ങളുടെ സംഘടന ഇങ്ങനെയായി പോയല്ലോ, ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് നേതാക്കന്മാർ, സാധാരണ പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അകുലപ്പെടുന്ന അവസ്ഥയാണ് കേട്ടോ. അവർക്ക് വളരെ വിഷമമുണ്ട് തങ്ങളുടെ സംഘടന ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പ്രതിപക്ഷം നിശബ്ദമാകുമ്പോഴാണ് പിണറായിക്ക് കൊമ്പ് മുളയ്ക്കുന്നത്. എന്തും ചെയ്യാം, ഹൈക്കോടതിയല്ല സുപ്രീം കോടതി പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് കാരണഭൂതം പറയുമ്പോൾ, ഈ വരുന്ന 9-ാം തീയതിയും 11-ാം തീയതിയും നിങ്ങൾ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ കൊടുക്കണം പണി കേട്ടോ. കാരണം അഴിമതിക്കാർക്കൊപ്പമുള്ള ഒരു സർക്കാരിനെ അല്ല നമുക്ക് വേണ്ടത്. അഴിമതിക്കാർക്കൊപ്പമുള്ള ഒരു സർക്കാരിനെ അല്ല വേണ്ടത്. അതിദാരിദ്ര്യ വിമുക്തം എന്നൊക്കെ ചെണ്ട കൊട്ടി പാടുമ്പോ അങ്ങനെയല്ല എന്ന് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ നമ്മളോട് പറയുമ്പോ, സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 3600 രൂപയാണ് ക്ഷേമ പെൻഷൻ ഇപ്രാവശ്യം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1600 രൂപ കുടിശ്ശികയും പുതിയ 2000 രൂപയും 3600 രൂപ. ഇവർ പറയുന്നുണ്ടല്ലോ, ഈ ബീഹാറിൽ 10000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത് നരേന്ദ്രമോദി അല്ലെങ്കിൽ നിതീഷ് എന്നിട്ടാണ് വോട്ട് തട്ടിയതെന്നൊക്കെ പറയുന്നവർ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായി 3600 രൂപ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ കുത്തണം ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അഴിമതി നടത്തണേ. ഞങ്ങൾക്ക് ഇനി ബാക്കി ശബരിമലയിൽ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട്. ശബരിമലയിൽ കുറച്ച് സാധനങ്ങളും കൂടി ബാക്കിയുണ്ട്. അതിന്റെ മേൽക്കൂര, സ്വർണം കെട്ടിയ മേൽക്കൂരയുണ്ട്, അല്ലെങ്കിൽ ആ തങ്ക വിഗ്രഹമുണ്ട്, അതും കൂടി ഞങ്ങൾ കടിച്ചു മാറ്റണം, ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നാണ് പിണറായി പറയുന്നത് കേട്ടോ. അഴിമതി ഇല്ലെന്ന് സർക്കാർ പറയാണ്. CBI നിങ്ങൾ അന്വേഷിക്കുന്നു വേണ്ട, അഴിമതിയില്ല. ആര് പറഞ്ഞാൽ മതി? പിണറായി പറഞ്ഞാൽ മതി. അതിദാരിദ്ര്യ വിമുക്തമാണ് കേരളം എന്ന് പിണറായി തമ്പുരാൻ പറഞ്ഞാൽ അതാണ്. അതേപോലെ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് നടന്നാലും പിണറായി തമ്പുരാൻ പറയാണ് അഴിമതിയില്ല എന്ന്. പണ്ടത്തെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ ശാസനകൾ, അതേപോലെയാണ് നാട്ടില് കോടതി വേണ്ട, പോലീസ് വേണ്ട, ഒന്നും വേണ്ട, പിണറായി പറയും. അതാണ് ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം എന്ന ആ വാർത്ത, വലിയ വാർത്ത. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു വാർത്ത ഉണ്ടായിട്ടില്ല കേട്ടോ. ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, ഞാനൊരു സഖാവാണ്, ഞാനൊരു CPM-കാരനാണ് എന്ന് തല ഉയർത്തി പറയാൻ ഏതാൾക്കാണ് പറ്റുക? ഇവർ അമ്പലക്കള്ളന്മാരാണ് എന്ന് ഇന്നലെ വരെ നമ്മൾ പറഞ്ഞു. അമ്പലക്കള്ളന്മാരാണ് ഇവര്, അമ്പലക്കള്ളന്മാർ. ശബരിമല ശാസ്താവിനെ വരെ അടിച്ചു മാറ്റിയവരാണ് ഇവർ എന്ന് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു. ഇന്നിതാ പറയുന്നു. അതുമാത്രമല്ല, ഇവർ അഴിമതിക്കൊപ്പമാണ് ഇവരെന്ന് നിസ്സംശയം പറയാം. കാരണം നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നു, നമ്മൾ നീതിന്യായ സംവിധാനത്തെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇവർക്കൊരു നിമിഷം പോലും ആ അധികാര കസേരയിൽ ഇരിക്കാൻ അവകാശമില്ല. അപ്പോഴാണ് പറയുന്നത് മൂന്നാം തവണ ഞങ്ങൾക്ക് കൈയിട്ട് വാരണം, ഞങ്ങൾക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുകൂടി ഞങ്ങൾക്ക് അടിച്ചെടുക്കണം, എന്നിട്ട് കടൽ കടത്തണം എന്ന് പറയുകയാണ് പിണറായിയുടെ കൂടെയുള്ളവരും. ഇനി മനോരമ മാത്രം എന്താ ഇങ്ങനെ എന്ന് സാധാരണ മനോരമ എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ഇതാ മാതൃഭൂമി പത്രം. മാതൃഭൂമി അതിനേക്കാൾ ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ എന്നാ പറയുന്നത്. ഇടത് സർക്കാർ അഴിമതി സംരക്ഷകർ. രൂക്ഷ പരാമർശവുമായി ഹൈക്കോടതി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അഴിമതി നടക്കില്ലെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അഴിമതിക്കാരെ രക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണിത്. പ്രത്യേകിച്ച് വലിയ ഫോണ്ടിൽ മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. അതിന് താഴെ കോടതിയെ ചൊടിപ്പിച്ചത് പ്രോസിക്യൂഷൻ അനുമതി തേടിയുള്ള അപേക്ഷ സർക്കാർ വീണ്ടും തള്ളിയതാണ്. വീണ്ടും എന്ന് പറഞ്ഞാൽ മൂന്നാമതും തള്ളി. CBI ആദ്യം ആവശ്യപ്പെട്ടു, പിന്നെയും ആവശ്യപ്പെട്ടു. പിണറായി എടുത്തെറിഞ്ഞു. ഇവിടെ ഞങ്ങൾ അഴിമതി നടത്തും. എന്ത് CBI, ഏത് CBI എന്നാണ് പിണറായി ചോദിച്ചത് കേട്ടോ. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് പിണറായി
പണി വരുന്നുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞത്. പരാമർശം INTUC നേതാവ് R ചന്ദ്രശേഖരൻ പ്രതിയായ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ് പരിഗണിക്കവേ. നിങ്ങൾ ആലോചിക്കണം, INTUCന്റെ നേതാവിനെയാണ്, INTUCയുടെ നേതാവിനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് പരിരക്ഷിക്കുന്നത് കേട്ടോ. ആശാവർക്കർമാരുടെ സമരം നടന്നപ്പോൾ ആ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞ നേതാവാണ് ഈ INTUCയുടെ R ചന്ദ്രശേഖരൻ കേട്ടോ. അത് വേറൊരു കഥ. ഇനി കോടതി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അതിങ്ങനെയാണ്. അതായത് വ്യക്തമായ കേസാണിത്. ഈ കേസ് വളരെ വ്യക്തമാണ്. 1000-ഓളം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. സർക്കാർ അഴിമതിക്കൊപ്പം സഞ്ചരിക്കുക, സർക്കാർ അഴിമതിക്കൊപ്പം സഞ്ചരിക്കുകയാണ്, സർക്കാർ അഴിമതിക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഏത് സർക്കാർ? പിണറായി സർക്കാർ അഴിമതിക്കൊപ്പം സഞ്ചരിക്കുകയാണ്. നമ്പർ വൺ ആണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഏതിലും നമ്പർ 1 ആണ്. നേരത്തെ നമുക്കറിയാലോ, വിലക്കയറ്റത്തിൽ നമ്പർ 1 ആയിരുന്നു, വിലക്കയറ്റത്തിൽ നമ്പർ 1 ആയിരുന്നു. ഇവിടത്തെ പോലീസ് അതിക്രമങ്ങളിൽ നമ്പർ 1 ആയിരുന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ നമ്പർ 1 ആയിരുന്നു. ഇപ്പോഴിതാ അഴിമതിയിലും നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ നാണമില്ലാതെ ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കേട്ടോ. ഒരിടത്ത് തന്നെയെങ്കിലും കെട്ടിവെച്ച കാശ് പോലും ഈ സർക്കാരിന്, അല്ലെങ്കിൽ ഈ സർക്കാർ പ്രതിനിധികൾക്ക്, അല്ലെങ്കിൽ ഈ സർക്കാരിനെ പിന്താങ്ങുന്ന സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമെങ്കിൽ അത് കേരളത്തിന്റെ ഏറ്റവും വലിയ അപമാനമായിരിക്കും കേട്ടോ. കേരളത്തിന്റെ അപമാനമായിരിക്കും അത്. കാരണം ഓരോ തിരഞ്ഞെടുപ്പും കണക്ക് തീർക്കാനുള്ളതാണ്, ആയിരിക്കണം. എന്നിട്ട് പറയുന്നു, ഇതാ ചന്ദ്രശേഖരനുമായിട്ടുള്ള ഒരു പടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ മാതൃഭൂമി. മുഖ്യമന്ത്രി പിണറായി വിജയനും R ചന്ദ്രശേഖരനും ഒരു ഫയൽ ചിത്രമാണ്. 3 വട്ടമാണ് ചന്ദ്രശേഖരൻ പ്രതിയായ കശുവണ്ടി ഇറക്കുമതി കേസിൽ പിണറായി സർക്കാർ അനുമതി നിഷേധിച്ചത്. 1, 2, 3 ഓർമ്മയുണ്ടോ? ഒരു 1, 2, 3 മണിയാശാൻ എന്ന് വിളിക്കുന്ന CPM-ന്റെ ഒരു അധമ നേതാവുണ്ടല്ലോ ഇടുക്കിയിലോ, മണിയാശാൻ മുൻമന്ത്രി മണി പറഞ്ഞല്ലോ, ഞങ്ങൾ തട്ടും, ഞങ്ങൾക്കെതിരെ ആരും പ്രവർത്തിച്ചാൽ ഞങ്ങൾ വെടിവെച്ചു കൊല്ലും, അടിച്ചു കൊല്ലും, ഇടിച്ചു കൊല്ലും, കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ മണിയാശാന്റെ സുപ്രസിദ്ധമായ വാചകമാണ് 1, 2, 3. എങ്ങനെയാണ് 1, 2, 3? കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006-2015 കാലത്ത് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതിയും ഫണ്ട് ദുരുപയോഗവും നടന്നു എന്നാണ് കേസ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 2016 CBI അന്വേഷണം ഏറ്റെടുത്തത്. 2016 ഏറ്റെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ആദ്യത്തെ തവണ എന്ന് പറഞ്ഞാൽ 2020 ഒക്ടോബർ 15 ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിച്ചോ, കൊടുത്തില്ല. പിന്നീട് 2025 മാർച്ച് 21 അനുമതി ചോദിച്ചോ, കൊടുത്തില്ല. ഏറ്റവും അവസാനം ഇതാ 2025 ഒക്ടോബർ 28 അനുമതി ചോദിച്ചു. പിണറായി വിട്ടുകൊടുക്കില്ല. പിണറായി ഒരു അഴിമതിക്കാരനെയും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലുണ്ട് കുറെ അഴിമതിക്കാർ പിണറായിയുടെ. പിന്നെ പിണറായി ആർക്കൊപ്പമാണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടതില്ലല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളകൗമുദിയുടെ 7-ാം പേജിലാണ് കേട്ടോ. കേരളകൗമുദിയുടെ 7-ാം പേജിന്റെ മെയിൻ സ്റ്റോറിയാണ് കശുവണ്ടി കേസിൽ ഹൈക്കോടതിയുടെ വിമർശനം, LDF സർക്കാർ അഴിമതിക്കാർക്കൊപ്പം. അത് കഴിഞ്ഞിട്ട് ബി ഉണ്ണികൃഷ്ണന്റെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട്. അതിങ്ങനെയാണ്, ഉയർന്നത് 1000 കോടിയുടെ അഴിമതി ആരോപണം എന്നാ പറയുന്നത് കേട്ടോ. ഉയർന്നത് 1000 കോടിയുടെ അഴിമതി ആരോപണം. ഇനി നമുക്ക് മാധ്യമം പത്രത്തിന്റെ 2-ാം പേജിലാണ് വാർത്ത. മാധ്യമം പത്രത്തിന്റെ 2-ാം പേജിൽ ഇതാ, അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി സർക്കാർ മാറുന്നു ഹൈക്കോടതി എന്നാണ് മാധ്യമം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദേശാഭിമാനി ഒഴികെയുള്ള 4 പത്രങ്ങൾ ഞാൻ കാണിച്ചു. ഈ 4 പത്രങ്ങളും പിണറായി സർക്കാർ എന്ത് സർക്കാരാണ്? ക്ഷേമ സർക്കാരല്ല, വികസന സർക്കാരല്ല, അഴിമതി സർക്കാരാണ്. അഴിമതി സർക്കാർ. ഓർക്കണം. 9-ാം തീയതിയും 11-ാം തീയതിയും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ ഓർക്കണം, നിങ്ങൾ ആർക്കാണ് നിങ്ങൾ കുത്താൻ പോകുന്നത്? അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പിണറായിക്കാണോ, അതല്ലെങ്കിൽ അതിന് എതിരെ നിൽക്കുന്ന മറ്റു പാർട്ടികൾക്കാണോ എന്നൊരു നിമിഷം ചിന്തിച്ച് നോക്കണം കേട്ടോ. ഹൈക്കോടതിയാണ് നമുക്ക് ആകെ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കോടതികളാണ് കേട്ടോ. ആ കോടതികളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇവൻ കള്ളനാണ്, അഴിമതിക്കാരനാണ് എന്ന് പറയുന്നത് നമ്മുടെ കോടതികളാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിക്കാം കേട്ടോ. ജി ശക്തിധരൻ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാർത്തയുടെ, ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ജി ശക്തിധരന്റെ ഒരു പുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ്. നിങ്ങളതൊന്ന് കേൾക്കണം കേട്ടോ. മലയാളി ലജ്ജിക്കണമെന്നാണ് ശക്തിധരൻ പറയുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് മലയാളി ലജ്ജിക്കണം.
കേരള ചരിത്രത്തിൽ ഓർത്തു വെക്കണം നിങ്ങൾ കേട്ടോ, കേരള ചരിത്രത്തിൽ എന്നെങ്കിലും നിയമം അതിന്റെ വഴിക്ക് പോകുന്നത് തടസ്സപ്പെടുത്താൻ, നിയമത്തെ തടസ്സപ്പെടുത്താൻ ഭരണകൂടത്തെ നിർലജ്ജം ഉപയോഗിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്രയ്ക്കും അഴിഞ്ഞാടുന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അദ്ദേഹത്തിന് സമനില തെറ്റിയിരിക്കുകയാണോ? ശക്തിധരൻ ചോദിക്കുന്നു. കാരണഭൂതത്തിന് സമനില തെറ്റിയിരിക്കുകയാണോ? എന്നാൽ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി തളയ്ക്കണം എന്നാ പറയുന്നത് കേട്ടോ. മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി തളയ്ക്കണം. കേരളത്തിലെ പരമോന്നത നീതിപീഠം ഒരു മുഖ്യമന്ത്രി അഴിമതിക്കൊപ്പമോ എന്ന് ചോദിക്കുന്നത് ചരിത്രത്തിൽ നടാടെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോടതി ഇങ്ങനെ ചോദിക്കുന്നത്. എത്ര കേസുകളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിന്ന് ഈ നൃശംസനെതിരെ വാളോങ്ങി നിൽക്കുന്നത്? ആദ്യത്തെ തവണയല്ല. മുഖ്യമന്ത്രിക്കെതിരെ എത്ര കോടതികളാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. അതിനേക്കാളൊക്കെ രൂക്ഷമായിട്ടാണ് ഇപ്പോൾ അഴിമതിക്കാർക്കൊപ്പമാണ് എന്നുള്ള ഒരു പരാമർശം കൂടി നടത്തിയിരിക്കുന്നത്. നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെടാൻ കേരളത്തിൽ ഏതെങ്കിലും പാർട്ടിയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ്, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി കൈവിരൽ ചൂണ്ടിക്കൊണ്ട് വിജയ ഇറങ്ങിപ്പോ എന്ന് പറയുന്നുണ്ടോ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. ഇതാരും കാണുന്നില്ലേ? ഇതാരും കാണുന്നില്ലേ? ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ മനുഷ്യസ്നേഹികളായ നേതാക്കളില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് നമ്മളൊക്കെ കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ ചോദിക്കണം, പാർട്ടി പ്രവർത്തകർ ചോദിക്കണം. കാരണഭൂതമേ, ഇത് ശരിയാണോ എന്ന് നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കണം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ അല്ലേ? 51 വെട്ടിക്കൊന്ന ധീരവിപ്ലവകാരിയായ TP ചന്ദ്രശേഖരൻ അങ്ങനെ ചോദിച്ചിരുന്നു. കാരണഭൂതമേ, ചെയ്യുന്നത് ശരിയല്ല, ഇത് കമ്മ്യൂണിസം അല്ല എന്ന് നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ച ധീരവിപ്ലവകാരിയായിരുന്നു TP ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരനെ എന്താണ് തലച്ചോറ് പൂങ്കുല പോലെ പൊട്ടിച്ചിതറുമെന്ന് പ്രസംഗിച്ച് മണിക്കൂറുകൾക്കകം അതേപോലെ വെട്ടിക്കൊന്നു. 51 വെട്ടി ചന്ദ്രശേഖരനെ കൊന്നു. പിന്നെ ആരുമിണ്ടും ജീവനിൽ കൊതിയുള്ളവർ ആരുമിണ്ടും. അവിടെയാണ് കാരണഭൂതത്തിന്റെ വിജയം. എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. മിണ്ടിയാൽ 51 വെട്ട്, അല്ലെങ്കിൽ പാലത്തായിലെ പത്മരാജൻ മാഷെ കൊണ്ടുപോയ പോലെ ചെറിയ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് ഇവിടത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്താൽ നീതിപീഠത്തെ വരെ കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ തടവറയിലേക്ക് അയക്കും, മരണം വരെ ജയിലിലിടും. ഓർത്തു കളിച്ചോ എന്നാണ് പിണറായി പറയുന്നത്. ഒന്നുകിൽ 51 വെട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ PP ദിവ്യയെ പറഞ്ഞയച്ച് നവീൻ ബാബുവിനെ എങ്ങനെയാണോ മരണത്തിലേക്ക് തള്ളിവിട്ടത് അതേപോലെ. അതുമല്ലെങ്കിൽ അറിയാലോ രാഹുൽ മാങ്കൂട്ടത്തെ, ഇപ്പോഴിതാ പത്മരാജൻ മാഷിനെ ഒക്കെ ഞങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, പെണ്ണ് കേസ് അത് മതി ഞങ്ങൾക്ക് എന്ന് നിർലജ്ജം പറയുകയാണ് പിണറായി. എന്നിട്ട് എടുത്ത് കാണിക്കുന്നു അതിദാരിദ്ര്യ വിമുക്തം. ഇക്കണോമിസ്റ്റിൽ ലേഖനം വന്നിട്ടുണ്ട്. ഉളുപ്പുണ്ടോ പിണറായി? ഉളുപ്പുണ്ടോ സഖാക്കളെ? ഇതാ ബാക്കി ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ മനുഷ്യ സ്നേഹികളായ നേതാക്കളില്ലേ? എന്ത് കെട്ടുനാറിയ പാർട്ടിയാണിത് എന്ന് ജി ശക്തിധരനാണ് ചോദിക്കുന്നത് കേട്ടോ. ഉളുപ്പുള്ള സഖാക്കൾ ഇതൊന്ന് കേൾക്കണം. എന്ത് കെട്ടുനാറിയ പാർട്ടിയാണ് ഇത് എന്നെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ഇതാണോ ബീഹാർ രാജ്? നമ്മൾ സാധാരണ പറയാറില്ലേ, അതായത് 90കളിൽ നമ്മുടെ ലാലു പ്രസാദിന്റെ ബീഹാറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവിടെ എന്താണ് ജംഗിൾ രാജ് അല്ലെ? ബീഹാറിലെ ജംഗിൾ രാജ്. ആ ജംഗിൾ രാജിനെ തോൽപ്പിക്കുന്ന മറ്റൊരു ജംഗിൾ രാജാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഷാബു പ്രസാദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടോ. അതിൽ അദ്ദേഹത്തിന്റെ ഒരു GM നെ കുറിച്ച് പറയുന്നുണ്ട്. GM കേരളത്തിൽ വന്നപ്പോൾ ചോദിച്ചത് ഇത് എഡ്യൂക്കേറ്റഡ് ബീഹാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കേരളം എഡ്യൂക്കേറ്റഡ് ബീഹാറിലെ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം കുറവാണ്, പക്ഷെ ഇവിടെ അക്ഷരാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമുള്ള ബീഹാർ എന്നാണ് കേരളത്തെ പറ്റി പറഞ്ഞത് കേട്ടോ. നമ്പർ വൺ എന്ന് ഉറ്റം കൊള്ളുന്നവർ മനസ്സിലാക്കണം. ഇത് ലാലു പ്രസാദിന്റെ 90കളിലെ ജംഗിൾ രാജിനെ തോൽപ്പിക്കുന്ന പിണറായിയുടെ കാരണഭൂതത്തിന്റെ ജംഗിൾ രാജാണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ
ക്ഷൗരക്കത്തിയുമായി ഇറങ്ങും എന്നാ പറയുന്നത് കേട്ടോ. ക്ഷൗരക്കത്തിയുമായി ഇറങ്ങും. ഈ കാരണഭൂതത്തിന്റെ ഗിമ്മിക്കുകൾ ഉണ്ടല്ലോ, ഇയാളുടെ ഈ നാടകങ്ങൾ ഉണ്ടല്ലോ, ഇയാളുടെ ഈ തള്ളുകൾ ഉണ്ടല്ലോ, അത് കണ്ട് കണ്ട് കേരളത്തിന് മതിയായി, ഇവിടുത്തെ സാധാരണക്കാർക്ക് മതിയായി. ജനം ഒരു സുനാമി പോലെ തെരുവിലിറങ്ങി നീതിപീഠത്തിന്റെ ഒപ്പം നിലകൊള്ളേണ്ട സമയമാണിത് എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഒരു സുനാമി പോലെ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെതിരെ അണിനിരക്കേണ്ട സമയമാണിത്. എല്ലാവരും കൂടി എന്റെ നാടിനെ വിറ്റോ എന്ന് ജി ശക്തിധരൻ വിലപിക്കുകയാണ്. പരിതാപകരമായ അവസ്ഥ എന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി ചങ്ക് പൊട്ടി കേഴുമ്പോൾ, ഒരു ഹൈക്കോടതി ജഡ്ജി ചങ്ക് പൊട്ടി കേഴുകയാണ്. ഈ നാടിന്റെ പരിതാപകരമായ അവസ്ഥ. മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കുന്ന വേതാളത്തെ ജനം എടുത്ത് തെരുവിലെറിയുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വേതാളത്തെ എടുത്ത് എറിയുകയാണ്, അറബിക്കടലിലേക്ക് എറിയുകയാണ് വേണ്ടത് എന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ജി ശക്തിധരനാണ് പറയുന്നത് കേട്ടോ. അത്രത്തോളം ശക്തി ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം അറിയുന്ന, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, പാർട്ടിയുടെ എല്ലാ കുതന്ത്രങ്ങളും അറിയുന്ന ജി ശക്തിധരന്റെ വാക്കുകളാണ് ഇത് കേട്ടോ.